ഹലോ ഹായ് സജീസ് ഇന്നോവേഷൻസിൻ്റെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഫിഷ് കൊണ്ടുള്ളൊരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഇന്ന് വർക്ക് കഴിഞ്ഞ് വരുന്ന ബീച്ച് സൈഡിൽ കൂടെ ഞാൻ വരുമ്പോൾ ആ ഭാഗത്ത് അടിപൊളി ഫിഷ്, നല്ല ഫ്രഷ് ഫിഷിൻ്റെ സെയിൽ കണ്ടു. അപ്പോൾ ഞാനവിടെ പോയിട്ട് 2 മീൻ വാങ്ങിയിട്ടുണ്ട്. മീൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല ഫ്രഷ് ഫിഷാണ്. തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം, ഒട്ടും ഞെങ്ങുന്നില്ല. അപ്പോൾ ഇത് ട്രിവാൻഡ്രം ഭാഗത്ത് ഇതിനെ ചൂര എന്നാണ് പറയുക ഞങ്ങൾ. അപ്പോൾ ചില ഭാഗത്ത് ഇതിനെ കേര എന്നോ കേതൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേര് എന്താണെന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ ഇതും കൊണ്ട് ഇത് ശരിക്കും 4 കിലോ ഉണ്ട്. 4 കിലോയ്ക്കും കൂടി ഞാൻ കൊടുത്തിരിക്കുന്നത് 600 രൂപയാണ്. ലാഭമാണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ഫ്രഷാണ് ഈ ഫിഷ്. ഇതും കൊണ്ട് നമ്മളിന്ന് ഉണ്ടാക്കപ്പെടുന്നത് വെച്ചാൽ അച്ചാറാണ്. ശരിക്കും അച്ചാറുണ്ടാക്കാൻ ബെസ്റ്റ് ഫിഷാണ് ഈ ചൂര എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പക്ഷേ 4 കിലോയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇതിൽ ഒരു ഫിഷ് കൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഒന്ന് ഞങ്ങൾ വീട്ടിലെ ബാക്കി ആവശ്യങ്ങൾക്ക് ഫ്രൈക്കോ കറിക്കോ ഒക്കെ എടുക്കാനേ പരിപാടി. അപ്പോൾ എന്തായാലും ആദ്യം ഇതിനൊന്ന് നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ മീനിനൊക്കെ ഇത് വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ 1 കിലോ ഫിഷാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി വലുതായാലും ബുദ്ധിമുട്ടാട്ടോ ഫ്രൈ ചെയ്യാനൊക്കെ. അപ്പോൾ ഇത്രയുള്ള ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചൂര മീന എടുത്തിരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഏത് ഫിഷിൽ വേണോ അച്ചാർ ഉണ്ടാക്കട്ടെ, ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി. പക്ഷെ അല്പം മാംസക്കട്ടിയുള്ള ദശക്കട്ടിയുള്ള ഫിഷ് ആവുന്നത് നല്ലതായിരിക്കും. എത്ര ചെറിയ മീനായാലും ചെയ്യാൻ പറ്റും. മുള്ളു കുറവ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. പിന്നെ പൊടിഞ്ഞു പോകാത്ത കഷ്ണങ്ങൾ കിട്ടുകയും വേണം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മീൻ കഷ്ണങ്ങളെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇടാൻ പോകുന്നത് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയില്ലേ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു അരമണിക്കൂർ, ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂർ, 1 മണിക്കൂറായാലും കുഴപ്പമില്ല, 1 മണിക്കൂർ വെക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ വളരെ നല്ലതായിരിക്കും. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. ഞാൻ നല്ല ഫ്രിഡ്ജിൽ വെക്കാൻ പോകണം കേട്ടോ. നമുക്ക് അതിന് ശേഷം വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഒരു 3/4 മണിക്കൂറോളം ഞാൻ മാരിനേറ്റ് വെച്ചിരുന്നു കേട്ടോ. ആ സമയം ബാക്കി ഐറ്റംസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെക്കുകയും ചെയ്തു. അപ്പോൾ ഞാനൊരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ട് എണ്ണ, ഞാൻ നല്ലെണ്ണ എടുത്തിരിക്കുന്നു കേട്ടോ. എപ്പോഴും അച്ചാറുണ്ടാക്കാൻ നല്ലെണ്ണയാണ് നല്ലത്. നല്ലെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ എന്നും പറയും കേട്ടോ അതിനെ. അപ്പോൾ ഒഴിച്ച് എണ്ണ ചൂടായിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫിഷിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുകയാണേ. കുറച്ച് അകറ്റിടുക, പരസ്പരം ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഫിഷ് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ മസാല മൊത്തം ഇളകി പോകും. നമ്മൾ ഈ അച്ചാറിന് വേണ്ടി ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ സാധാരണ ഫ്രൈ ചെയ്യുന്നതിലും കുറച്ചും കൂടെ അധിക സമയം ഫ്രൈ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് ഒരു സൈഡ് 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിങ്ങനെ ഇളക്കി ഫ്രൈ ചെയ്താലും മസാല ഇളകി പോകില്ല കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഫ്രൈ ചെയ്യുമ്പോൾ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ആ റേഞ്ചിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോകും പെടുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഒരു 8 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ ഫ്രൈ ആയാൽ മതിയേ. ഒത്തിരി അങ്ങോട്ട് കറുത്താലും റബ്ബർ പോലായി പോകും. ഞാനൊരു മാറ്റാൻ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫിഷ് എല്ലാം വറുത്ത് കോരി വച്ചിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അടുത്ത പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ പാൻ പുതിയതാണ് കേട്ടോ. ഈ എൻ്റെ വീഡിയോ കാണുന്നതൊക്കെ ഉദയിനെ അറിയായിരിക്കും. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് ഉദയ് വാങ്ങി തന്നാണ് ഈ പാൻ കേട്ടോ. ഇത് ആദ്യം ഒന്ന് ഉപയോഗിക്കുക. എന്തായാലും പാൻ ചൂടായിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഫിഷ് വറുത്ത അല്ലെങ്കിൽ മീൻ വറുത്ത എണ്ണയില്ലേ, അതിലേക്ക് കുറച്ച് അരച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് അച്ചാറിന് കുറച്ചധികം എണ്ണ വേണം. വേണമെങ്കിൽ ബാക്കി പിന്നെ വേണമെങ്കിൽ എടുക്കാം, അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതോട് 1 കപ്പ് ഇഞ്ചിയാണ്, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ്. ഒരു 100 ഗ്രാം ഉണ്ടാവും കേട്ടോ. പിന്നെ അത്ര തന്നെ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിലും മുഴുവൻ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അത് 100 ഗ്രാം ഉണ്ടാവും. പിന്നെ ഒരു 5 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇളക്കി കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമ്മൾ ഫ്ലെയിം വീണ്ടും പരമാവധി കുറച്ച് കൊടുക്കുക. ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ആഡ് ചെയ്യുന്നത്
ഒരു 3 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി കേട്ടോ, ചില്ലി പൗഡർ. 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ കായത്തിൻ്റെ പൊടി ആഡ് ചെയ്യുന്നത്, കായപ്പൊടി കേട്ടോ. ഇതിട്ടിട്ട് കുറച്ച് സമയം, ഒരു 10-15 സെക്കൻഡ് മതി കേട്ടോ, അല്ലെങ്കിൽ ഇത് കറുത്തു പോകും. ഈ കളർ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്താൽ മതി. ഇത്രയും മതി. ഈ സമയം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച മീൻ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ ഉപ്പും. നമ്മൾ നേരത്തെ കുറേ ഉപ്പിട്ടിട്ടുണ്ട്. മൊത്തം ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉപ്പായിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ വിനാഗിരി ഒഴിച്ചപ്പോൾ തന്നെ ആവശ്യത്തിന് നല്ല ഗ്രേവി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം, നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ ഒരു ദിവസം ഇരിക്കില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ടേസ്റ്റും ഒരല്പം കുറവായിരിക്കും. നമ്മുടെ മീൻ അച്ചാർ ഇപ്പോൾ കിടലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാൻ വെക്കുവാണ്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ജാറിലേക്ക് മാറ്റുക. ജാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശരിക്കും ഡ്രൈ ആയിട്ടുള്ള ജാറിൽ മാത്രമേ അച്ചാർ സൂക്ഷിച്ച് വയ്ക്കാൻ പാടുള്ളൂ. വേറൊന്നും ഓർക്കേണ്ടത്, ഒരു 2 ദിവസമെങ്കിലും ഇത് പുറത്ത് വെച്ച് ഒന്ന് സെറ്റായതിനു ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കുക വേണമെങ്കിൽ. ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോഴും ഒറ്റ ജാറിലേക്ക് വെക്കുന്നതിനേക്കാളും 2-3 ചെറിയ ജാറുകളിലാക്കിയിട്ട് ഒരു ജാറ് പുറത്ത് വെക്കുക, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കുക. ഇനി നമ്മൾ അച്ചാർ എടുക്കുന്ന സ്പൂണും ഡ്രൈ ആയിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർക്കാമെങ്കിൽ വളരെ കാലം നമ്മുടെ അച്ചാർ അങ്ങനെ തന്നെ ഇരിക്കും. സോ ഈ ഒരു വീഡിയോ, മീൻ അച്ചാറിൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.